ഇത് യുദ്ധത്തിൻ്റെയും ശബ്ദമല്ല, മറിച്ച് ദയയുടെ ശബ്ദം. അതെ, അവൾ തിരഞ്ഞെടുക്കപ്പെട്ടു. നസ്രത്തിലെ യുവതി മറിയം. കാലത്തിന്റെ പൂർണ്ണത വന്നപ്പോൾ ദൈവാത്മാവ് അവളുടെ വാഗ്ദാനത്തിന് ജീവൻ നൽകി. ഇത് വെറും ഒരു കെട്ടുകഥയല്ല, ഇതാണ് സത്യം. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന മുറി മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവർ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശിഷ്യന്മാർ ജ്ഞാനസ്നാനം നൽകി. അനുദിനം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുകയും ഭവനങ്ങളിൽ അപ്പമൊഴിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടുകൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തു. ആത്മാവ് കൊടുത്ത ഭാഷാപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. തങ്ങളുടെ ഗുരുവിന്റെ കൽപ്പനയനുസരിച്ച് മനുഷ്യഹൃദയത്തിൽ ദൈവവചനത്തിന്റെ വിത്തുകൾ വാങ്ങിക്കൊണ്ട് അവർ ലോകമെങ്ങും ചുറ്റി സഞ്ചരിച്ചു. യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുക. എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതാണ്, ദൈവം അരുളി ചെയ്യുന്നു,
അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും. എന്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും കർത്താവിന്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ വ്യക്തമായും മാറും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചവർ രക്ഷ പ്രാപിക്കും. ഇസ്രായേൽ ജനമേ, നിങ്ങൾ എന്തിനിതിൽ അത്ഭുതപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ട് ഇവന് നടക്കാൻ കഴിവ് കൊടുത്തു എന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിന്? അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസ് അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടും അവന്റെ മുൻപിൽ വെച്ച് നിങ്ങൾ അവനെ തള്ളിപ്പറഞ്ഞു. പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു. നിങ്ങളല്ല, നീയാണ് കുരിശിൽ തറച്ചു കൊന്നത്. പകരം നീ ഒരു കൊലപാതകിയെ വിട്ടുകിട്ടാൻ അപേക്ഷിച്ചു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം, അവന്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുൻപിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. വെളുത്തുള്ളി ബെഞ്ചമിൻ, എന്തുണ്ടായി? എന്തെത്ര ആഘോഷം? എല്ലാവരെയും വിളിച്ചു വായോ. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ വന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഞങ്ങളെ ഇന്ന് കണ്ട് അനുഭവിച്ച ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങളും കൂടി അറിയണം. നീ എന്തൊക്കെ പറയണേ? എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ഓർമ്മയുണ്ട്, അന്നവന് ആ ചണ്ടവാറോണ്ട് അടിച്ചപ്പോ അവന്റെ കരച്ചില് അതിപ്പോഴും എന്റെ ചെവിയിലിങ്ങനെ മുഴങ്ങി നിൽക്കുക. അല്ല, അവന്റെ
ശിഷ്യന്മാരുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അവരെ പിന്നെ ആരും കണ്ടിട്ടില്ല. അതെങ്ങനെയാ? നമ്മുടെ പട്ടാളക്കാരുടെ കയ്യിൽ പെടാതിരിക്കാൻ അവരെവിടെ ഒളിച്ചിരിക്കല്ലേ? അവരെ ഞങ്ങൾ കണ്ടു. ഞാനും ബെഞ്ചമിൻ ഇന്ന് സെഹ്യോൻ മാളികയുടെ വഴികൂടെ നടന്നു പോകുമ്പോൾ എവിടുന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. ആകാശത്തേക്ക് നോക്കിയപ്പോൾ സെഹ്യോൻ മാളികയുടെ മുകളിൽ കൊടുങ്കാറ്റ് വീശുന്നു. മാളികയുടെ മുകളിലേക്ക് ആകാശത്തിൽ നിന്നും തീനാളങ്ങൾ വീഴുന്നു. ഞങ്ങൾ ആകെ ഭയന്നു. അതിനുശേഷം എല്ലാം ഒരു നിമിഷത്തേക്ക് ശാന്തമായിരുന്നു. സെഹ്യോൻ മാളികയിൽ നിന്ന് ഈശോയുടെ ശിഷ്യന്മാർ പുറത്തേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ മുക്കുവൻ പത്രോസില്ലേ, അവന്റെ മുഖത്തൊക്കെ ഒരു ചൈതന്യമുണ്ടായിരുന്നു. അവന്റെ പേടിയൊക്കെ മാറി. ജനക്കൂട്ടങ്ങളോട് ധൈര്യമായി പ്രസംഗിക്കാൻ തുടങ്ങി. ക്രൂശിതനായ ഈശോയിൽ വിശ്വസിക്കാൻ പറഞ്ഞു. ആ മറ്റു ശിഷ്യന്മാരും പല ഭാഷകളിലും പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നവർക്ക് എല്ലാവർക്കും സ്വന്തം ഭാഷയിലാണ് അത്രേ ഈ പ്രസംഗമൊക്കെ കേൾക്കാൻ പറ്റിയത്. അവിടെ നിന്ന് ചിലർ അവർ ലഹരിക്ക് അടിമകളായിരുന്നു എന്നാണ് സംസാരിച്ചത്. എന്നാൽ ശ്രീഹന്മാർ പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് അവരുടെ മേൽ ഇറങ്ങി വന്നതെന്നാണ്. എന്തായാലും ദൈവാനുഗ്രഹം അവർക്ക് ലഭിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്. ദൈവിക ജ്ഞാനം നിറഞ്ഞവരെ പോലെയാണ് അവർ സംസാരിച്ചത്. അല്ല, ഈശോയുടെ കുരിശുമരണം കഴിഞ്ഞപ്പോൾ പട്ടാൾക്കാരെ പേടിച്ച് എവിടേക്കോ വിളിച്ചിരുന്ന ഈശോയുടെ ശിഷ്യന്മാരെ കുറിച്ച് തന്നെയാണ് നിങ്ങളീ പറയുന്നത്. ഏയ്, അവർക്കൊരു പേടിയുമില്ല. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നു. ആത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും അവർക്ക് കിട്ടി. അവരുടെ ഭയമാകെ മാറി. എന്തായാലും ഇതൊരു അത്ഭുതം തന്നെ. ഇന്നലെ മീൻ പിടിച്ചു നടന്നവർ ഇനി നമ്മുടെ വഴികളിൽ സുവിശേഷം പ്രഘോഷിക്കാം. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഈശോയിൽ വിശ്വസിച്ചു. എനിക്കും അതുപോലെ ഈശോയെ കുറിച്ചറിയണം, അനുഭവിക്കണം, പ്രസംഗിക്കണം. ലോകത്തിന്റെ എല്ലാ കോണുകളിലും പോയി അവിടെയുള്ളവരോട് നസ്രായനായ ഈശോയെ കുറിച്ചും അവന്റെ കുരിശുമരണത്തെയും ഉയർപ്പിനെയും കുറിച്ച് എല്ലാവരോടും പറയണം. ഞങ്ങൾ മുമ്പോട്ടെ അവരുടെ പ്രസംഗം കേട്ട് ഞങ്ങൾ അനുഭവിക്കട്ടെ നിങ്ങൾ സ്വന്തമാക്കിയ ആ ആത്മാവിനെ. ശിഷ്യന്മാരിൽ നിന്ന് ലഭിച്ച ദീപശിഖ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയവർ ഒരു ഹൃദയവും ഒരു ആത്മാവുമായി ആദ്യ ക്രൈസ്തവ സമൂഹത്തിന് രൂപം നൽകി. പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും അവർ തങ്ങളുടെ വിശ്വാസ ദീപശിഖയ്ക്ക് മങ്ങലേൽക്കാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറി. ആ വിശ്വാസ സംരക്ഷണത്തിനായി സ്വജീവൻ പോലും അവർ ത്യജിച്ചു. തങ്ങളുടെ സഹനങ്ങൾ ക്രൂശിതനോട് ചേർത്ത് അവർ ധീര രക്തസാക്ഷികളായി.
നമ്മൾ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടണമെന്ന് ഈശോ ആഗ്രഹിച്ചിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ സ്ലിഹന്മാരെ പോലെ നമ്മളുമായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈശോയെ കൊടുക്കുവാൻ നമുക്കും സാധിക്കും. നമ്മളും തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തെ ജ്വലിപ്പിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ തീജ്വാല പോലെയാണ്. ഈ അഭിഷേകമാണ് മോശയുടെ മുഖത്തെ പ്രകാശിപ്പിച്ചത്, ഏലിയായെ തീക്ഷ്ണതയിൽ എരിയിച്ചത്, അപ്പോസ്തലന്മാരെ രക്തസാക്ഷിത്വം വരിക്കാൻ ബലപ്പെടുത്തി.